നമസ്കാരമുണ്ട്. നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രി അകത്തായി. ഇനിയിപ്പോൾ ആരൊക്കെ അകത്ത് പോവാനുള്ളത്? വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? എന്നാ കേട്ടോളൂ. അന്വേഷണം ഇലക്ഷൻ ടൈമിൽ ഒന്ന് ബ്രേക്ക് ചെയ്തു. അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? ബ്രേക്ക് ചെയ്തു, ശരിക്കും ബ്രേക്ക് ചെയ്തു. അപ്പോഴാണ് കോടതി എടുത്തിട്ട് കുടഞ്ഞത്. എന്താണ് ഇത്ര കാലതാമസം? അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. അപ്പോൾ അതൊരു അട്ടിമറി ശ്രമത്തിനല്ലേ എന്ന് നമുക്ക് കരുതിക്കൂടായികയില്ല. കാരണം അന്വേഷണം അങ്ങ് ഉന്നതങ്ങളിലേക്ക് എത്തുമെന്നായപ്പോൾ, പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും, വിളിപ്പിക്കേണ്ടി വരും എന്നായപ്പോൾ, അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അധികാര വികേന്ദ്രീകരണങ്ങളിൽ നിന്ന് ഇടപെടലുകൾ തുടങ്ങി. അങ്ങനെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ വിളിപ്പിച്ചതോ, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോ വളരെ രഹസ്യമായി. അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തത് ആരും അറിഞ്ഞില്ല. ആരൊക്കെയാ? കടകംപള്ളി സുരേന്ദ്രൻ, രണ്ടാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VK പ്രശാന്ത്. കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ദേവസ്വം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രി ചുമ്മാ ചെല്ലും ചെലവും കൊടുത്ത് അങ്ങനെ ഒരു സ്ഥാനത്തൊരാളെ ഇരുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട് ഈ കേരളത്തിലെ മലയാളികൾക്ക്, അതും അയ്യപ്പ ഭക്തർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഗിമ്മിക്ക് പറഞ്ഞെന്നും ജനങ്ങളെ അങ്ങ് വിശ്വാസത്തിലെടുക്കാമെന്നുള്ള ധാരണയൊന്നും അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയവർക്കൊന്നും വേണ്ട. ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. എത്രയൊക്കെ മൂടി വയ്ക്കപ്പെട്ടാലും അതെല്ലാം പുറത്തു വരും. വന്നേ പറ്റൂ. മന്ത്രിയായാലും തന്ത്രി ആയാലും അങ്ങ് ഡൽഹിയിലിരിക്കുന്ന സോണിയാഗാന്ധി ആയാൽ പോലും സത്യം അയ്യപ്പൻ പുറത്തു കൊണ്ടുവരും. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധമുണ്ടായതെന്നൊക്കെ അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. സാധാരണക്കാരന് ഒരാൾക്ക് എന്തായാലും അവിടെ പോയി സോണിയാഗാന്ധിയെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാതെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അടൂർ പ്രകാശിന് ഇതുമായിട്ടുള്ള ബന്ധം അതും തെളിയിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം പ്രസാദം കൊടുക്കാൻ പോയി എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെ അദ്ദേഹം നേരിട്ടങ്ങ് കൊടുത്താൽ പോരെ? ശ്രീമാൻ അടൂർ പ്രകാശേ, ശബരിമലയിൽ പോയിട്ട് വന്നിട്ട് പ്രസാദം നേരിട്ടങ്ങ് കൊടുത്താൽ പോരെ? അതിനെന്തിനാ പോറ്റിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ അത് സത്യസന്ധമായ കാര്യമല്ല. താങ്കൾ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയണം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കൾ അത് പുറത്തു പറയേണ്ടത് താങ്കളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ പങ്കാളികളായ, ഈ കേസിൽ പങ്കാളികളായ ഓരോരുത്തരും അവരുടെ പങ്കുകൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികൾ, കോടാനുകോടി വരുന്ന അയ്യപ്പ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ആ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ CBI വരും, അല്ലെങ്കിൽ ED വരും, ED കേസെടുത്തു എന്നായപ്പോൾ SITക്ക് ഇരിക്കപ്പുറതിയില്ല. ഉടനെ അടുത്ത അറസ്റ്റങ്ങ് നടത്തി. തന്ത്രിയെ തൂക്കി അകത്താക്കാം. അപ്പോൾ EDയൊക്കെ വരുമെന്നായപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ നാറും. അപ്പം അതുകൊണ്ട് ഈ അറസ്റ്റൊന്നും ഇവിടെ കൊണ്ടൊന്നും തീരില്ല. കല്ലും നെല്ലും തിരിഞ്ഞിട്ടേ അവസാനിക്കൂ. അതിനെ അനുവദിക്കൂ അയ്യപ്പസ്വാമി. ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നമസ്കാരമുണ്ട്. നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രി അകത്തായി. ഇനിയിപ്പോൾ ആരൊക്കെ അകത്ത് പോവാനുള്ളത്? വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? എന്നാ കേട്ടോളൂ. അന്വേഷണം ഇലക്ഷൻ ടൈമിൽ ഒന്ന് ബ്രേക്ക് ചെയ്തു. അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? ബ്രേക്ക് ചെയ്തു, ശരിക്കും ബ്രേക്ക് ചെയ്തു. അപ്പോഴാണ് കോടതി എടുത്തിട്ട് കുടഞ്ഞത്. എന്താണ് ഇത്ര കാലതാമസം? അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. അപ്പോൾ അതൊരു അട്ടിമറി ശ്രമത്തിനല്ലേ എന്ന് നമുക്ക് കരുതിക്കൂടായികയില്ല. കാരണം അന്വേഷണം അങ്ങ് ഉന്നതങ്ങളിലേക്ക് എത്തുമെന്നായപ്പോൾ, പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും, വിളിപ്പിക്കേണ്ടി വരും എന്നായപ്പോൾ, അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അധികാര വികേന്ദ്രീകരണങ്ങളിൽ നിന്ന് ഇടപെടലുകൾ തുടങ്ങി. അങ്ങനെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ വിളിപ്പിച്ചതോ, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോ
വളരെ രഹസ്യമായി. അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തത് ആരും അറിഞ്ഞില്ല. ആരൊക്കെയാ? കടകംപള്ളി സുരേന്ദ്രൻ, രണ്ടാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VK പ്രശാന്ത്. കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ദേവസ്വം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രി ചുമ്മാ ചെല്ലും ചെലവും കൊടുത്ത് അങ്ങനെ ഒരു സ്ഥാനത്തൊരാളെ ഇരുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട് ഈ കേരളത്തിലെ മലയാളികൾക്ക്, അതും അയ്യപ്പ ഭക്തർക്ക്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഗിമ്മിക്ക് പറഞ്ഞെന്നും ജനങ്ങളെ അങ്ങ് വിശ്വാസത്തിലെടുക്കാം എന്നുള്ള ധാരണയൊന്നും അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയവർക്കൊന്നും വേണ്ട. ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. എത്രയൊക്കെ മൂടി വയ്ക്കപ്പെട്ടാലും അതെല്ലാം പുറത്തു വരും. വന്നേ പറ്റൂ. മന്ത്രിയായാലും ആയാലും അങ്ങ് ഡൽഹിയിലിരിക്കുന്ന സോണിയാഗാന്ധി ആയാൽ പോലും സത്യം അയ്യപ്പൻ പുറത്തു കൊണ്ടുവരും. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധമുണ്ടായതെന്നൊക്കെ അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. സാധാരണക്കാരന് ഒരാൾക്ക് എന്തായാലും അവിടെ പോയി സോണിയാഗാന്ധിയെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാതെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അടൂർ പ്രകാശിന് ഇതുമായിട്ടുള്ള ബന്ധം അതും തെളിയിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം പ്രസാദം കൊടുക്കാൻ പോയി എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെ അദ്ദേഹം നേരിട്ടങ്ങ് കൊടുത്താൽ പോരെ? ശ്രീമാൻ അടൂർ പ്രകാശേ, ശബരിമലയിൽ പോയിട്ട് വന്നിട്ട് പ്രസാദം നേരിട്ടങ്ങ് കൊടുത്താൽ പോരെ? അതിനെന്തിനാ പോറ്റിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ അത് സത്യസന്ധമായ കാര്യമല്ല. താങ്കൾ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയണം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കൾ അത് പുറത്തു പറയേണ്ടത് താങ്കളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ഈ കേസിൽ പങ്കാളികളായ ഓരോരുത്തരും അവരുടെ പങ്കുകൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികൾ, കോടാനുകോടി വരുന്ന അയ്യപ്പ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ആ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ CBI വരും, അല്ലെങ്കിൽ ED വരും, ED കേസെടുത്തു എന്നായപ്പോൾ SITക്ക് ഇരിക്കപ്പുറതിയില്ല. ഉടനെ അടുത്ത അറസ്റ്റങ്ങ് നടത്തി. തന്ത്രിയെ തൂക്കി അകത്താക്കാം. അപ്പോൾ EDയൊക്കെ വരുമെന്നായപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ നാറും. അപ്പം അതുകൊണ്ട് ഈ അറസ്റ്റൊന്നും ഇവിടെ കൊണ്ടൊന്നും തീരില്ല. കല്ലും നെല്ലും തിരിഞ്ഞിട്ടേ അവസാനിക്കൂ. അതിനെ അനുവദിക്കൂ അയ്യപ്പസ്വാമി. ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട.